നൈറ്റിയിട്ട് തിണ്ണയിൽ കിടന്നുറങ്ങുന്നത് ഏതെങ്കിലും കള്ളിയാണെന്ന് കരുതി ചന്ദ്രമതിയും രേവതിയും സുധീനെ അടിച്ച് ശരിയാക്കുന്നു. തുടർന്ന് എല്ലാവരും ചേർന്ന് സുധീനെ കളിയാക്കുന്നു. ശേഷം രേവതിക്ക് പണി കൊടുക്കാനായി സുധി തലേദിവസം രാത്രി വാരിയിട്ട ചപ്പു മുഴുവനും ചന്ദ്രമതി ശ്രുതിനെ കൊണ്ട് തൂത്തുവാരിപ്പിക്കുന്നു. തുടർന്ന് രേവതിക്ക് പണി കൊടുക്കാൻ സുധി ഒപ്പിച്ച പണിയാണിതെന്ന് തിരിച്ചറിയുന്ന സച്ചി സുധിക്ക് കണക്കിന് കൊടുക്കുന്നു. ശേഷം ശ്രുതി വരയ്ക്കുന്ന കോലം കണ്ട് ചന്ദ്രമതി ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് സുധീനെയും അകറ്റി നിർത്തിയതിലും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടും എനിക്ക് നല്ല സങ്കടമുണ്ടെന്ന് പറയുന്ന രവീന്ദ്രനോട് അവർക്ക് കൊടുത്ത ശിക്ഷ വളരെ കുറഞ്ഞു പോയെന്ന് സച്ചിയും ശ്രീകാന്തും പറയുന്നു. ഇതേസമയം ദേഷ്യപ്പെട്ട മുഖത്തോടെ ചായയുമായി എത്തുന്ന ശ്രുതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു. ശേഷം ശ്രുതിയുടെ അടുത്തെത്തുന്ന ചന്ദ്രമതി ശ്രുതിയോട് മിണ്ടുന്നതിനും ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നതിനും ദേഷ്യപ്പെടുകയും ഇനി അവളോട് മിണ്ടാൻ ശ്രമിച്ചാൽ എൻ്റെ സ്വഭാവം മാറുമെന്നും പറയുന്നതോടെ ഇനി അമ്മ പറയാതെ ഞാൻ ശ്രുതിയോട് മിണ്ടില്ലെന്നും ശ്രുതി ചന്ദ്രമതിക്ക് വാക്കു കൊടുക്കുന്നു. ഇതെല്ലാം മറഞ്ഞു നിന്ന് ശ്രുതി കേൾക്കുന്നു. പിന്നീട് തൻ്റെ കാറ് കഴുകുന്ന ശ്രുതിനെ കണ്ട് സച്ചി ഞെട്ടിപ്പോവുകയും സച്ചിയും രേവതിയും ചേർന്ന് ശ്രുതിനെ കളിയാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദേഷ്യപ്പെട്ട് കയറിപ്പോകാൻ ഒഴുകുന്ന ശ്രുതിനെ കൊണ്ട് ചന്ദ്രമതി വീണ്ടും സച്ചിയുടെ കാറ് കഴിപ്പിക്കുന്നു. പിന്നീട് ശ്രുതിനെ വിളിച്ചെങ്കിലും ശ്രുതി ഫോൺ എടുക്കാതിരിക്കുകയും ചന്ദ്രമതിനെ വിളിച്ച് ശ്രുതി വിളിച്ച കാര്യവും പറയുന്നു. തുടർന്ന് ഇന്ന് നീ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയുന്ന ചന്ദ്രമതി ശ്രുതിയുടെ നിർബന്ധം മൂലം ശ്രുതി വിളിച്ചാൽ അല്പനേരം സംസാരിക്കാനായി അനുമതി കൊടുക്കുന്നു. ഇതേസമയം ശ്രുതിനെ വിളിക്കുന്ന ശ്രുതിയോട് ഇന്ന് ഞാൻ വീട്ടിലേക്ക് വരുന്നില്ലെന്നും ഷോറൂമിൽ കുറച്ച് ലോഡ് വരുന്നുണ്ടെന്നും നാളെ രാവിലെ വരാമെന്നും ശ്രുതി പറയുന്നു. പിന്നീട് ചന്ദ്രമതി പറഞ്ഞതുകൊണ്ടാണ് ശ്രുതി വീട്ടിലേക്ക് വരാത്തതെന്ന് മനസ്സിലാക്കുന്ന ശ്രുതിക്ക് ദേഷ്യം വരുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.